9 വർഷത്തെ ഭരണത്തിന്റെ 4ാം അടിയന്തരമാണ്. യഥാർത്ഥത്തിൽ 4ാമത്തെ അടിയന്തരം വാർഷികം എന്ന് പറയുന്നതിനേക്കാൾ. അതിന് 100 കോടി രൂപ ചെലവഴിക്കും. 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിൽ ഉള്ള ഒരു സംസ്ഥാനത്താണ് ഇപ്പോൾ 4ാം വാർഷികത്തിന് 100 കോടി രൂപ ചിലവാക്കാൻ പോകുന്നു. സാധാരണക്കാരുടെയും പാവപ്പെട്ടവരും ഇന്ന് കഷ്ടപ്പെടുമ്പോൾ, ദുരിതമനുഭവിക്കുമ്പോൾ, ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആശാ വർക്കർമാർ അവരുടെ തുച്ഛമായ ഓണറേറിയത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ, വനിതാ റാങ്ക് CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ ജോലിക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ ഗവൺമെന്റിന്റെ മറുപടി സ്ഥിരം മറുപടിയാണ്. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഞ്ഞപ്പാട്ട് പാടുന്ന ഈ സർക്കാർ 100 കോടി ചെലവെടുത്ത് 4ാം വാർഷികം നടത്തുന്നത് ധൂർത്താണ്. ഇത് പാഴ്ചിലവാണ്, ഇത് ധൂർത്താണ്. തകർന്ന തറവാട്ടിലെ ഒരു കാരണവരുടെ സ്ഥാനത്താണ് ഈ കടം കയറി മുടിഞ്ഞ കടബാധ്യത കൊണ്ട് മുടിഞ്ഞ ഒരു സർക്കാരിന്റെ ഒരു ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഒരു കാരണവരുടെ സ്ഥാനത്താണ് പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. 9 വർഷത്തെ ഭരണത്തിന്റെ 4ാം അടിയന്തരമാണ്. യഥാർത്ഥത്തിൽ 4ാമത്തെ അടിയന്തരം. അഴിമതി, കെടുകാര്യസ്ഥത, ധൂർത്തും കൊണ്ട് വികൃതമായ ഈ സർക്കാരിന്റെ മുഖം, മുഖ്യമന്ത്രിയുടെ മുഖം, അതിന് ചായം തേച്ച് ഒരു പുതിയ ഇമേജ് ഉണ്ടാക്കി ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനല്ലേ 500 കോടി ഫ്ലക്സ് ബോർഡ്, ഇതൊക്കെ പരസ്യത്തിന് വേണ്ടി 25 കോടി രൂപയാണ് ചെലവാക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ കേരളം ഇത്രയധികം സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ കേരളത്തിലെ 60 ലക്ഷം ജനങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല. പെൻഷൻ കുടിശ്ശികയാണ്. ആളുകളെ കഷ്ടപ്പെടുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ആശുപത്രിയിൽ മരുന്നില്ല, സപ്ലൈകോയ്ക്ക് സാധനം വാങ്ങിക്കാൻ പണം കൊടുക്കാനില്ല. അപ്പോഴാണ് 100 കോടി രൂപ ചെലവഴിക്കുന്നതിന് എന്ത് ന്യായീകരണമാണ്? 25 കോടി രൂപ പരസ്യത്തിന്. തീർന്നില്ലല്ലോ. ഈ ജർമ്മൻ ഹാങ്കറുകൾ കൊണ്ടുവന്ന് പടുകൂറ്റൻ ഒരു 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 പിന്നെ എയർ കണ്ടീഷൻ പന്തലിന് 3 കോടി. 14 ജില്ലയിലേക്ക് 42 കോടി രൂപയാണ്. ഊരാളുകൾ സൊസൈറ്റി എല്ലാത്തിനും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കുന്നതാണല്ലോ ഊരാളുകൾ സൊസൈറ്റി. പ്രത്യേകിച്ച് സെലക്ട് ചെയ്ത് കുറെ ആളുകളെ വിളിച്ച് ചർച്ച ചെയ്യുക. പക്ഷെ ആ പോകുന്ന ബുദ്ധിജീവികളോടും സാഹിത്യകാരന്മാരോടും അല്ലെങ്കിൽ സാംസ്കാരിക നായന്മാരോടും എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാറുണ്ട്. നിങ്ങൾ അവിടെ പോകുമ്പോൾ മുഖ്യമന്ത്രി തരുന്നത് ചായ, മുഖ്യമന്ത്രി അവിടെ നിങ്ങൾക്ക് വിളമ്പുന്ന ഭക്ഷണം ഇത് കഴിച്ചാൽ അതൊരിക്കലും ദഹിക്കില്ല. കാരണം ആശാവർക്കർമാരുടെയും തൊഴിലാളികളുടെയും കണ്ണുനീരില്ലേ, ഉപ്പ് രസമുള്ള ചായയും ആ പലഹാരവുമാണ് നിങ്ങൾ കഴിക്കുന്നത്. അതുകൊണ്ട് പോകുന്ന ബുദ്ധിജീവികൾ അവിടെ നിന്നൊന്നും കഴിക്കരുത്.